മലരേ മൗനമാ മലരേ മൗ ആ ആ മാമ കിട്ടിയോ? കിട്ടി കിട്ടി. ഇങ്ങോട്ട് ഇരിക്ക് ഇരിക്കമ്മ അങ്ങോട്ട് ഇരിക്ക മാമ ഇരിക്ക്. അല്ലെങ്കിൽ വേണ്ട, ഞാനിവിടെ ഇരിക്കാം. മാമ ഇരി. ആ ഓ എന്റെ മാമ, ഞാൻ പറഞ്ഞില്ലയോ ഇത് അവളെ എടുക്കൂ. ഇടേ ഞാൻ പണ്ടേ അവളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഇതേപോലത്തെ സാധനം എടുത്തോണ്ട് പൂക്കളയില് അവള് കേൾക്കൂല. അപ്പൊ ഞാൻ ബാച്ച കൊടുത്തിട്ടുണ്ട്. മാറ്റിപ്പിടി. മാമൂസേ ഇതെന്താ? കേക്ക് സംഭവം എന്താ പിന്നെ വിശേഷം? സംഭവം ശുഭകാര്യങ്ങൾക്ക് മുമ്പ് മധുരം കഴിച്ചിട്ടാവണോന്നാണല്ലോ അത് പറയേണ്ടത്. അല്ല അത് വേണം, കാര്യം പറ നീ. കാര്യം മാമൻ അറിയാലോ. എനിക്ക് നീ പറയാതെ എങ്ങനെയാണ്? അത് ശരിയല്ല. എന്തോടി ഇത്? എന്തോന്ന്? കപ്പ് കേക്ക്. കപ്പ് കേക്ക് എവിടെ ഇടി ഒളിപ്പിച്ച് വെച്ചിരുന്നേ? ഇനി നിനക്കിപ്പോ എന്ത്? എടി എനിക്കെവിടെ? എന്തിന്? എനിക്കറിയാത്തത് നീ ഓളെ തടിയൊന്നും പോരെ? ഒരു കാര്യം അത്യാവശ്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇടയ്ക്ക് കയറി പറഞ്ഞത്. ഒന്ന് മിണ്ടാതെ അവിടെ മാറുന്നില്ല. കാര്യം പറയടി. അപ്പൊ ഞാൻ എന്തായിരുന്നു മാമ പറഞ്ഞു വന്നെ? എന്തായിരുന്നു നീ ആ പറഞ്ഞത്? സെലിബ്രേറ്റീവ് ആവണമെന്നുള്ള എന്റെ ഒരു ആഗ്രഹം. എന്തായിരുന്നു? സെലിബ്രേറ്റീവ് ആവണമെന്നുള്ളൊരു ആഗ്രഹം. സെലിബ്രിറ്റീവോ? അതെന്താ സാധനം? അല്ല, നിന്റെ പഴയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ നിനക്ക് ഈ ബോക്സിംഗില് നോബൽ സമ്മാനം വാങ്ങിക്കണമെന്നല്ല? നോവലല്ല, ഒളിമ്പിക്സ്. അത് തന്നെ. അത് ആഗ്രഹം ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു ആഗ്രഹം കൂടി വന്നു. രണ്ടാഗ്രഹം ഉണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്തടി? ഒന്നുമില്ല. ആ കന്യക എന്ന് പറഞ്ഞ മാഗസിനില് കവർ ഗേൾ ആയിട്ട്, ചിരിക്കണ്ട, കവർ ഗേൾ ആയിട്ട് എന്നെ സെലക്ട് ചെയ്തിരിക്കുക. എന്ത് മാമ ഒരു ചിരിയില്ല? നീ പറ, കാര്യം പറ. സന്തോഷമില്ലാത്ത എന്ത്? അല്ല നീ പറ. എന്നെ സെലക്ട് ചെയ്തെന്ന്. കന്യക എന്ന് പറഞ്ഞ മാഗസിനിൽ എന്നെ സെലക്ട് ചെയ്തെന്ന്. സെലക്ട് ചെയ്തൊന്നും ചുമ്മാ വെറുതെ കുറെ നേരമായിട്ട് ഇങ്ങനെ തള്ളുന്നുണ്ട്. പൊടി അവിടെ നിന്ന്. അപ്പൊ മാമ, എനിക്ക് മാമന്റെയും അപ്പുവിന്റെയും പെർമിഷൻ വേണം പോകാനായിട്ട്. അതിന്റെ കൂടെ അച്ഛനോടും അമ്മയോടും മാമ വിളിച്ച് പറഞ്ഞു. ഓ, അതിനാണ് ഈ കപ്പ് കേക്കുമായിട്ട് ഇവിടെ പ്രകടനം അല്ലേ? അല്ലേടി? എന്ത് കാരണവശാലും മാമ സമ്മതിക്കരുത്. സമ്മതിക്കുന്ന വെച്ചാൽ സമ്മതിക്കരുത്. മാമ എന്ത് പറയാ? അല്ല, അവൾക്ക് ഇതുപോലൊരു വീക്കിലിയുടെ കവർ ഗേൾ ആയിട്ട് സെലക്ഷൻ കിട്ടിയ സ്ഥിതിക്ക് അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇടി അതെ, ഞാൻ അളിയനെയും പെങ്ങളെയും വിളിച്ച് കാര്യം പറഞ്ഞ് സമ്മതിപ്പിച്ചു തരാം. ഉണ്ണിയപ്പോ മാമൻ അങ്ങനെ വിവരമില്ലാതെ അങ്ങനെ പലതും പറയും. പക്ഷെ ഉണ്ണിയപ്പോ സമ്മതിക്കണം. അല്ല, അവള് രക്ഷപ്പെടുന്നത് നിനക്ക് ഇത്ര അസൂയ എന്തിന്? ഞാൻ സമ്മതിക്കും, അവളെ സൈഡേ നിൽക്കൂ. അത് കൊള്ളൂലല്ലോ. അതെ, എന്താണെന്നറിയോ, ഞാൻ ഇത് വന്ന് പറയുമ്പോ നിങ്ങൾ രണ്ടുപേരും നോ എന്ന് പറയൂന്ന് വിചാരിച്ചു. അങ്ങനെ അല്ലാത്തത് കൊണ്ട് ഇതാ ഇപ്പൊ ചമ്മി നാറി നിക്കാണ്. ചമ്മിയാ? ഞാൻ ചമ്മിട്ടൊന്നുമില്ല. അല്ല, ചമ്മ മാത്രം എന്തോ ഇരിക്കുന്നേ. എനിക്കും വരും ഇതുപോലത്തെ ഓരോ അവസരം. അപ്പൊ പക്ഷാഭേദം കാണിക്കാതിരുന്ന ആദ്യം അവസരം ഉണ്ടാക്കുന്നേ, എന്നിട്ട് പറ. നിന്റെ ചേച്ചി അല്ലേ ഇത്? അവക്ക് ഇങ്ങനെ ഒരു ഗുണം വരുമ്പോഴേ നീ സന്തോഷിക്കുകയല്ലേ, അസൂയപ്പെടുകയാണോ? സത്യം പറയാനുണ്ടല്ലോ, അസൂയയുടെ വിളനിലവായവള്. എടി, ഇവള് നിന്റെ സ്വന്തം സഹോദരിയല്ലേ? ആണോ? അവക്കൊരു നല്ല കാര്യം വരുന്നത് നിനക്കെന്താ ഇത്ര അസൂയ? സത്യല്ലേ പറഞ്ഞത്? കള്ളത്തിനൊന്നല്ലല്ലോ. അസൂയപ്പെടാൻ പറ്റിയ മുതല് തന്നെ. എനിക്ക് അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അതെ, നിങ്ങളിപ്പോ എന്നെ പുച്ഛിക്കും, എനിക്കറിയാം. നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഞാൻ ഒരു സീറോ ആയിരിക്കും. പക്ഷെ എന്റെ സ്കൂളിലും കോളേജിലൊക്കെ ഞാൻ ഒരു ഹീറോ ആണ് കേട്ടോ. ഹീറോ ഹീറോ പോ ഹീറോ. ഇവിടുത്തെ എവിടെ പോയി കിടക്കണം? കുറെ നേരമായല്ലോ വിളിച്ചിട്ട്. ഈ വീട്ടിൽ വന്ന് എനിക്ക് ഒരു സപ്പോർട്ട്. എന്ത് കഷ്ടമാണെന്ന് പോവാന്. ചേച്ചി, എടി, എന്തിനാ പെട്ടെന്ന് വിളിച്ചേ? അതെ, നീ എന്റെ കൂടെ നിൽക്കണം. എന്തിന്? എന്ത് കാര്യം? ഞാനേ ഇവിടെ എല്ലാവരുടെ പറയും എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്ന്. കേട്ടല്ല? അതെന്തിനു പറയണത്? അതൊക്കെ ഉണ്ട്, നീ പറയണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താന്ന്. നീ എന്നെ സപ്പോർട്ട് ചെയ്യോ? സപ്പോർട്ടൊക്കെ ചെയ്യാം. എനിക്കെന്താ ഗുണം? ഗുണോ? കൊള്ളാൻ കാർത്തു. ഗുണോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ നിനക്ക് മുട്ട പപ്സും ഷേക്കും മേടിച്ചുതരാം.
എന്നാ ഓക്കെ. ഓക്കെ അല്ലേ? എടി ഞാൻ പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതുപോലെ തന്നെ പറയണം. ഓ പറയാം. ഓ തെറ്റിക്കരുത്. ഓ ആണം കെടുത്തരുത്. ഇല്ല. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. സെറ്റ്. അയ്യോ ചോറ് കഴിയാറായ? എടി 2 മണി 5 ചോറിട്ട്. അത് കുഴപ്പമില്ല, കുറച്ചുകൂടെ കഴുകി. എനിക്ക് മതിയുടെ മോളെ. ഒന്നാതെ മാമൻ വല്ലാണ്ട് ക്ഷീണിച്ച്. ഓ മതി മതി ദാ, കറി. മതി. കറിയുണ്ട് കറിയുണ്ട് മതി മതി. കുറച്ചുകൂടി. ചേട്ടാ, അയ്യോ, പപ്പടം തീർന്നു. അപ്പോ കഴി അപ്പോ ദാ മതി മക്കളെ, മതി ഇത് മതി മതി. മതിയടി. കഴിക്ക്. ആ, മാമ ഉം. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറഞ്ഞോ. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു മാമ. എന്തോന്ന് പ്രാർത്ഥന? അതായത് മാമ, കുഞ്ഞുനാളിന് മുതല് എനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്നായിരുന്നു ആഗ്രഹം. അല്ല അതിപ്പോ വേണ്ടെന്ന് വെച്ചു. അയ്യ വേണ്ടെന്ന് വെച്ചില്ല, ആ ആഗ്രഹം നടക്കാൻ പോവാ. എങ്ങനെ എങ്ങനെ? കറുത്ത പറഞ്ഞു കൊടുക്ക. മനസ്സിലായില്ല. പിങ്കി ചേച്ചിയെ സിനിമയിൽ എടുത്തു, പൃഥ്വിരാജിന്റെ നായികയായിട്ട്. എന്താ? പൃഥ്വിരാജിന്റെ നായികയായിട്ട്. പൃഥ്വിരാജിന്റെ നായികയായിട്ട്. നായികയായിട്ട്. പൃഥ്വിരാജിന്റെ ഹൈറ്റ് എത്രയെന്ന് അറിയോ? 6 അടിക്ക് മേലിലുണ്ട്. ഇവക്ക് 4 അടി പോലും തികച്ചില്ല. അല്ല അല്ല അത് കുഴപ്പമില്ലടി. 5 അടി പൊക്കമുള്ള ചെരുപ്പൊക്കെ ഉണ്ട്. ഹീലിനും പരിധിയില്ലേ മാമ? അല്ല അത് അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് ചെയ്താ എന്നിട്ട് ബാക്കി പറ. ഇത് ബാക്കി എന്തോന്ന് വെച്ചി? ബാക്കി എന്തുവാ? അടുത്ത മാസം ഷൂട്ട് കൊടുക്കും. ഓസ്ട്രേലിയ വെച്ചാണ് ഷൂട്ട്. പിന്നെ എനിക്ക് ബച്ചടി കയറ്റുമായിരിക്കും. അത് ശരി. എന്റെ മോളെ നീ ഇതൊക്കെ എങ്ങനെ സാധിച്ചെടുക്കുന്നത്? അതൊക്കെ എന്റെ ഒരു കഴിവേ. കറുത്തു പറഞ്ഞു കൊടുക്ക. ചേച്ചിയുടെ സ്കൂളിലെ കലോത്സവം ഉണ്ടായിരുന്നു. ചേച്ചിയുടെ നാടകം അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ വന്ന ഗസ്റ്റ് ആയിട്ട് വന്ന ഡയറക്ടർ സാറ് ജോസി സാറാണ്. ജോസി സാറ് പെർഫോമൻസും ജോഷി ജോഷി സാറും ചേച്ചിയുടെ പെർഫോമൻസ് കണ്ടിട്ട് സൗന്ദര്യവും കണ്ടിട്ട് ചേച്ചിയുടെ സിനിമയിലേക്ക് എടുത്തു. ഒട്ടും ആർട്ടിഫിഷ്യൽ ആണെന്ന് പറയത്തേ ഇല്ല. എന്ത് കണ്ടിട്ട്? പെർഫോമൻസ്, സൗന്ദര്യം കണ്ടിട്ടല്ലേ? അല്ല, ഈ പിച്ചക്കാരി വേഷം ചെയ്ത ഇവക്ക് എന്ത് സൗന്ദര്യം കണ്ടിട്ടാണാവോ ജോഷി സാർ അവസരം കൊടുത്തത്? എന്ത് പിച്ചക്കാരിക്ക് സൗന്ദര്യം പാടില്ലേ? പിച്ചക്കാരിക്ക് സൗന്ദര്യം ഉണ്ട്, പക്ഷെ നിനക്ക് പോലും ഇല്ലല്ലോ. അയ്യോ, ഇടി നിന്റെ ഈ വൃത്തിയായിട്ട മോന്ത മാഗസീനിൽ വരാമെങ്കിൽ എനിക്ക് അഭിനയിക്കാൻ ചെയ്യാം കേട്ടാ. നീ എന്താ പറഞ്ഞ? വൃത്തിയായിട്ട മോന്ത. നിന്റെ മോന്തേക്കാളും കൊള്ളാം കേട്ടോ. ചപ്പാത്തി മോന്ത. നീ ചപ്പാത്തി കാത്തുമോളെ, എന്താ മാമ? മോള് ഇവിടെ വന്ന് ഇങ്ങനൊക്കെ പറയണോന്ന് ആരാ മോളെ പഠിപ്പിച്ചു വിട്ടത്? പിങ്കി ചേച്ചി. പോയി പോയി. കണ്ടാ, ഉള്ള മനസ്സിൽ കള്ളമില്ല. അപ്പഴേ മോളി വിളിക്കണ്. അന്നേടി മാമനല്ലേ വിളിക്കുന്നത്? എന്റെ റൂമിൽ മാമൻ ചോദിക്കട്ടെ. അതെ, ഒരവസരം വരുമ്പം, ഒരു ഭാഗ്യം കേറി വരുമ്പം അതിന് ഇങ്ങനെയാണോടി പെരുമാറേണ്ടത്? മാമോ, ഞാനേ ഇവളെ ഫോട്ടോഷൂട്ടിന് കൊണ്ടുപോകാന്ന് വിചാരിച്ചതാ. പക്ഷേ ഇനി അടുത്തോട്ട് പോലും ഞാൻ ഇവളെ കൊണ്ടുപോകില്ല. അയ്യോ, എന്നെയും കൊണ്ടുപോണം. അല്ല, ഇവളെ കൊണ്ടുപോണ്ട. കാരണം ഇവള് വേറെ പല പാരകളും നിനക്ക് അവിടെ വെച്ചു. അതുകൊണ്ട് മാമനൊരു കാര്യം പറയാം. നിന്റെ കൂടെ മാമൻ വരാം. ടച്ചപ്പായി ടച്ചപ്പ്. നിനക്ക് അങ്ങനെ പോയില്ലായിരുന്നോ? ഇല്ല ചേച്ചി, എന്റെ പപ്സും ഷേക്ക് എന്ന് കിട്ടും? ഇപ്പൊ കിട്ടൂടി.